നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ചെറുവാഞ്ചേരി സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. നടക്കുക സ്വീകരണ ഘോഷയാത്ര ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, പാട്യം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ ചെറുവാഞ്ചേരി കണ്ണവം റോഡിന് സമീപം നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. 2400 കോടി രൂപയിലധികം ഈ ഗവൺമെന്റ് ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. അതിൽ പല പദ്ധതികളുടെയും പ്രവൃത്തി നടന്നു വരിക. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം പദ്ധതി പ്രകാരം 124 കളിക്കളങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വെച്ചത്. അതിൽ 64ഓളം കളിക്കളങ്ങളുടെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കി ഏകദേശം 70ഓളം പുതിയ സ്റ്റേഡിയങ്ങൾ കൂടി, ചെറിയ കളിക്കളങ്ങൾ നിർമ്മിക്കുമ്പോൾ എല്ലാ പഞ്ചായത്തുകളും കേരളത്തിലും കളിക്കളങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയും. കെ പി മോഹനൻ MLA അധ്യക്ഷനായി. ഇതിനെക്കുറിച്ച് 2-3 പ്രാവശ്യം നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുട്ബോളും വോളിബോളും അതുപോലെ തന്നെ ക്രിക്കറ്റും ഇതിനൊക്കെ തന്നെയുള്ള സ്റ്റേഡിയം നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷെ അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തനതായ ആയോധനകലയായിട്ടുള്ള കളരിപ്പയറ്റും അതുമായി ബന്ധപ്പെട്ടതും ഒക്കെ തന്നെ പഞ്ചായത്തിൽ അത് അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് നിയമസഭയിൽ പറഞ്ഞപ്പോൾ മന്ത്രി അതിന് അനുവാദം നൽകിയിരിക്കാം. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം UP ശോഭ, പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ, സ്റ്റേഡിയം നിർമ്മാണ ജനകീയ കമ്മിറ്റി ചെയർമാൻ A അശോകൻ എന്നിവർ മുഖ്യാതിഥികളായി. P ഷെറീന, PC ഗംഗാധരൻ, B ബാലൻ, C രാജീവൻ, ലത, സക്കീന തെക്കയിൽ, T ദാമോദരൻ, മുഹമ്മദ് ഫായിസ് അരുൾ, ഉഷാർ ഏരോത്ത്, P റോജ, O ഗംഗാധരൻ, PV സുരേന്ദ്രൻ, PK അലി എന്നിവർ സംസാരിച്ചു. ജനകീയ പങ്കാളിത്തത്തോടെ വാങ്ങിയ 3 ഏക്കർ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ എന്നിവയ്ക്കുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് നിർമ്മിക്കുന്നത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.